ഇയാൾ പറയുന്നേ ഇടമുട്ടത്തും പിന്നെ മുസങ്കടിയിലും പിന്നെ മണ്ണാർക്കാടും അവിടെ ഒക്കെ നിങ്ങളെല്ലായിട്ട് നിങ്ങളെ പണ്ഡിതന്മാരായിട്ട് വാദപ്രകാരം നടത്തിയിട്ട് സക്കരിയ സലായും അതുപോലെ ഹനീഫ് കായ്ക്കൊടുക്കെ വാദപ്രകാരം നടത്തിയിട്ട് സാധാരണയായിട്ട് നിങ്ങൾ ശരിക്കും കേൾക്കണേ, സാധാരണ എല്ലാവരും പറയലെങ്ങനെയോ നീ തൊലിയുരിച്ചോന്നാ ചോദിക്കുക. അത് പറയുന്നില്ല മൗലവി. ചേറ്റിയെട്ടിലോട്ട് മൗലവി പറയുന്ന അറിയോ? തൊലിയുരിച്ചോ എന്ന് ചോദിക്കുന്നില്ല. കാരണം മൂപ്പർക്കറിയാം തൊലിയുരിച്ചിന്. മൂപ്പരെന്താ ചോദിക്കുന്നത് പറയോ? നിങ്ങൾ തൊലി അണ്ണാക്ക് തൊടാതെ വീങ്ങിയോന്ന് ഉരിച്ചീന്ന് മൂപ്പർക്ക് ഉറപ്പാ. അത് വീങ്ങിയോന്നാ മൂപ്പരെ ചോദ്യം. അത് ചോദിച്ചു കൊടുത്താൽ അപ്പോ മൂപ്പർക്ക് ഇങ്ങനെ വലിയ താല്പര്യത്തിന് ഇങ്ങനെ കാത്തു നിൽക്കുക. ധൈര്യമുള്ള മൗലവിമാരുണ്ടെങ്കിൽ മുമ്പിൽ വന്ന് വായിക്കട്ടെ എന്നൊക്കെ. നിങ്ങളെ മുമ്പിലല്ലേ ഈ മൗലവിമാരൊക്കെ കിതാബ് വായിക്കാൻ വന്നത്? വസങ്കടിയിൽ നിന്നും അതേപോലെ തന്നെ മണ്ണാർക്കാട്ടിൽ നിന്നും അതുപോലെ തന്നെ ഇടമുട്ടത്ത് വെച്ചൊക്കെ നിങ്ങളുടെ പണ്ഡിതന്മാരുടെ മുമ്പിലല്ലേ വന്നത്? എന്നിട്ട് നിങ്ങൾ എന്തേ അവരൊക്കെ തോലി അണ്ണാക്കു തൊടാതെ വിഴുങ്ങിയോ? കണ്ടോ? തൊലി അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയോ? നിങ്ങളാരോ കേട്ടോ ഇതുപോലെ ആരും ചോദിക്കുന്നത്? തൊലി ഉരിഞ്ഞോന്ന് ചോദിക്കലുണ്ട്. പക്ഷെ അവർക്ക് അയാൾക്കറിയാം തൊലി ഉരിഞ്ഞിട്ടുണ്ട്. അത് വീങ്ങിയോന്നാ? വീങ്ങാൻ പറ്റിയ സാധനോ? ഒരു ഹലാലായ സാധനം അല്ലാണ്ട് വീങ്ങാൻ പറ്റുമോ? അപ്പൊ തൊലി വീങ്ങിയോന്നാ ചോദ്യം. എന്നാ എന്താ ഇടമുട്ടത്ത് ഉണ്ടായത് എന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കാതിരിക്കണ്ട. ഞാനുമായിട്ട് മുജാഹിദ് മൗലവിമാര് വാദപ്രയോഗം നടത്തി. എന്നിട്ട് ഇടമുട്ടത്ത് എന്താ ഉണ്ടായത് എന്ന് മടവൂര് മുജാഹിദ് നിങ്ങൾ പറയട്ടെ. മടവൂര് മുജാഹിദായിട്ട് വാദപ്രയോഗം നടത്തിയിട്ട് എന്താ ഉണ്ടായത് എന്ന് മറ്റേ മുജാഹിദും പറയട്ടെ. നമ്മൾ തൽക്കാലം 2 മിനിറ്റ് ഞാൻ വിശ്രമിക്കട്ടെ. ഇനിയോ ഇതൊക്കെ പറഞ്ഞ് അവസാനം കൊഞ്ഞനം കുത്തണല്ലോ. എന്താണ് കൊഞ്ഞനം കുത്തുന്ന രീതിയാ? എന്നിട്ടോ കൊണ്ടോട്ടി സംവാദത്തിൽ ഇവർ തോറ്റത് കണ്ടോളി എന്നാ പറഞ്ഞിട്ടുള്ളത്. കൊണ്ടോട്ടി സംവാദത്തിൽ ഇവർ തോറ്റത് കണ്ടോളി എന്നിട്ട് എന്താ ബഹുമാനായ അബ്ദുസലാം സുല്ലമി വായിച്ചിടത്തൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ പറഞ്ഞിടത്ത് അബ്ദുൽ ലത്തീഫ് കരുമ്പുലാക്കലിനും ചെറിയ തെറ്റുപറ്റി. ഈ തെറ്റുപറ്റിയത് എടുത്തിട്ട് ആഘോഷിക്കുകയാണ് KK സക്കരിയ. സുന്നികൾ പറയുന്നത് കേട്ടിട്ട് ആ പ്രസംഗം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. മണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളും സമുദായ ഐക്യത്തിനെതിരാണെന്ന് പറഞ്ഞവർ ചിലപ്പോഴൊക്കെ വല്ലതിനും പോയി കുടുങ്ങിയിട്ട് മാനം കെടുകയും ചെയ്യും. ഇത് ഈ അടുത്ത് ഇവർ കൊണ്ടോട്ടിയിൽ വെച്ച് ഇക്കരിമ്പുലാക്കലും ഈ അബ്ദുസലാം സുല്ലമിയും കൂടി ഒരു മരുന്ന് കച്ചവടക്കാരനായിട്ട് വാദപ്രതിവാദം നടത്തി. സാക്ഷാൽ സുല്ലമി തെറ്റിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. നമുക്ക് അവസാനിപ്പിക്കണല്ലോ. നമ്മളൊക്കെ പള്ളിയിൽ നടക്കല്ലേ. പറഞ്ഞപ്പോ തന്നെ പറഞ്ഞെന്ത്? ഞങ്ങള് നിങ്ങളെ പോലത്തെ ആളുകളെ, നിങ്ങൾ വലിയ വലിയ നേതാക്കന്മാരാണ്. ഒരു കുട്ടിൻ്റെ അടുത്ത് തെറ്റ് പറ്റിയെന്ന് മൂപ്പര് പറഞ്ഞു, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ എന്തല്ല കേരളത്തിൽ മറുപക്ഷം പോലും സമ്മതിക്കുന്ന ഹദീസ് പണ്ഡിതന്മാരില്ല. പക്ഷേ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ, ആ ഹദീസ് പണ്ഡിതൻ ഇവിടുന്ന് ഖുർആൻ ഓതി ഇസ്തിഹാസ ശിർക്കാക്കാൻ വേണ്ടി ഇതാ മസ്സൻ നാസു എന്നോതി കേസറ്റില്ലേ? വൈദാ മസ്സൻ നാസു നുറുദ ഔ റബ്ബഹു മുനീബിന ഇലൈഹി. വൈദാ മസ്സൻ നാസു നുറുദ ഔ റബ്ബഹു മുനീബിന ഇലൈഹി. ഇതാ മസ്സൻ നാസു കേട്ടില്ലേ? ആ കേസറ്റ് ഒന്ന് കേട്ടു നോക്കിങ്ങള്. മസ്സൻ നാസു മഫൂലല്ലേ? അത് അന്ന് പറയണ്ട, അടുത്ത പറയാം. അപ്പൊ മൂപ്പർ പറയാം. കുട്ടികൾ വിടുവോ? എന്താ വസ്തുത? ഓ, കൊണ്ടോട്ടി സംവാദത്തിൽ ഇവരാകെ മുട്ടുമടക്കി എന്നാ ഞങ്ങൾ സംവാദം നടത്തിയിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നാൽ ഈ പ്രസംഗത്തിൽ പോലും ആയത്തോന്നിടത്ത് KK സക്കരിയ സലായിക്ക് തെറ്റിയിട്ടുണ്ട്. നിഷേധിക്കാൻ പറ്റുമോ KK സക്കരിയക്ക്? അഫതത്തഖിദൂനഹു വദുരിയതഹു എന്ന് പറയുന്നിടത്ത് അഫതത്തഖിദൂനി എന്ന് KK സക്കരിയ ഓതിയിട്ടുണ്ട്. നിഷേധിക്കാൻ പറ്റുമോ KK സക്കരിയക്ക്? ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കും. അവിടെ സഹായികളുടെ അർത്ഥം പറഞ്ഞു. ആ അർത്ഥം പഠിയും വെച്ചോളി. നിങ്ങൾ KK സക്കരിയ എന്താ ഓതിയത്? അഫതത്തഖിദൂനി തെറ്റിയിട്ടില്ലേ? KK സക്കരിയ ഇതിട്ടിട്ട് ഞങ്ങൾ KK സക്കരിയയുടെ വിവരം അളക്കാറുണ്ടോ? ഞങ്ങളിത് വേറെ ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ? ഇനി നോക്കൂ, നിങ്ങൾ ഇടമുട്ടൻ സംവാദത്തിൽ കളവ് പറഞ്ഞത് പിടിച്ചിട്ടില്ലേ? സുന്നികൾ KK സക്കരിയ കളവ് പറഞ്ഞത് പിടിച്ചിട്ടില്ലേ? എന്താ KK സക്കരിയക്ക് നിഷേധിക്കാൻ പറ്റുമോ?